നമസ്കാരം. ഡോക്ടർ ഐഷ മുഹമ്മദ് എന്ന ഒരു യുവതി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു സ്വന്തം ദുരിതത്തിന് ഒരു പരിഹാരം കാണുവാനുള്ള സമരത്തിലാണ്. അതും സ്വന്തം ഭർത്താവിൻ്റെ വീടിന് മുൻപിൽ. അവരുടെ ഭർത്താവിൻ്റെ പേര് ഡോക്ടർ അലി അബ്ദുൾ ലത്തീഫ് എന്നാണ്. 2013 ഇവരുടെ വിവാഹം. ഈ നിക്കാഹ് നടത്തിക്കൊടുത്തത് ഒരു മഹല്ല് കമ്മിറ്റിയാണ്. ഇസ്ലാമിക നിയമപ്രകാരമായിരുന്നു ഡോക്ടർ ഐഷയുടെയും ഡോക്ടർ അലി മുഹമ്മദിൻ്റെയും നിക്കാഹ്. ഈ നിക്കാഹിനെ തുടർന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ഡോക്ടർ ഐഷയ്ക്ക് നേരിടേണ്ടി വന്നത് വലിയ രീതിയിലുള്ള ശാരീരിക മാനസിക പീഡനങ്ങളായിരുന്നു. തന്നെയുമല്ല, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ മഹല്ല് കമ്മിറ്റിയുടെ, അതായത് ഇവരുടെ നിക്കാഹ്, ഡോക്ടർ ഐഷയുടെയും ഡോക്ടർ അലി മുഹമ്മദിൻ്റെയും നിക്കാഹ് നടത്തിക്കൊടുത്ത മഹല്ല് കമ്മിറ്റിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മറ്റൊരു മഹല്ല് കമ്മിറ്റിയുടെ സഹായത്തോടു കൂടി ഡോക്ടർ അലി മുഹമ്മദ് രണ്ടാം വിവാഹം കഴിച്ചു. ഭാരതത്തിൽ നിലനിൽക്കുന്ന മുസ്ലിം വ്യക്തിഗത നിയമപ്രകാരം അത്തരത്തിലൊരു വിവാഹം അനുവദനീയമാണ്. അതൊരു പ്രാകൃത നിയമമാണെങ്കിൽ കൂടി ഇന്ന് നിലനിൽക്കുന്ന സ്ഥിതിയിൽ അതൊരു അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ നിയമത്തിന് ഈ രണ്ടാം വിവാഹം നടക്കണമെങ്കിൽ ആദ്യ ഭാര്യയുടെ സമ്മതം വേണം, ആദ്യ മഹല്ല് കമ്മിറ്റിയുടെ സമ്മതം വേണമെന്ന് വളരെ അവ്യക്തമായ ചില മാർഗരേഖകൾ, മാർഗനിർദ്ദേശങ്ങൾ ഉള്ളതല്ലാതെ കൃത്യമായിട്ടൊരു നിയമമില്ല. ഉണ്ടെങ്കിൽ തന്നെ അവ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഡോക്ടർ ഐഷ മുഹമ്മദ് ഇപ്പോൾ നടത്തുന്ന ഈ സമരം. ഈ സമരപരിപാടികളിലേക്ക് ഡോക്ടർ ഐഷ മുഹമ്മദ് കടക്കുന്നതിന് മുൻപ് അവർ കോടതിയെ സമീപിച്ചിരുന്നു. അവർക്ക് ജീവനാംശവും അവർക്ക് താമസ സൗകര്യവും എല്ലാം നൽകണമെന്നുള്ള കോടതി ഉത്തരവിനെ മറികടന്ന് ഭർതൃവീട്ടുകാർ അവർ താമസിച്ചിരുന്ന വീടിൻ്റെ കറണ്ടും വെള്ളവും എല്ലാം വിച്ഛേദിച്ച് വീടും പൂട്ടിപ്പോയി. അവരുടെ ജീവിതം ഇപ്പോൾ തെരുവിലാണ്. എന്നിരുന്നാലും ഡോക്ടർ ഐഷയ്ക്ക് വിദ്യാഭ്യാസമുള്ളത് കൊണ്ടും 16 വയസ്സോളം പ്രായമുള്ള സ്വന്തം മക്കളെ വളർത്തുന്നതിനും വേണ്ടിയിട്ട് അവർക്ക് ജീവനോപാധിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ക്ഷമിക്കണം, 16 അല്ല, 10 വയസ്സാണ് അവരുടെ മകളുടെ പ്രായം. വിവാഹ സമയത്ത് ഡോക്ടർ ഐഷയുടെ കുടുംബം നൽകിയിരുന്ന 100 പവൻ സ്വർണവും 15 ലക്ഷം രൂപയും ഡോക്ടർ അലി മുഹമ്മദിൻ്റെ പക്കലാണ്. അത് തിരികെ ലഭിച്ചിട്ടില്ല. തന്നെയുമല്ല, ദാമ്പത്യകാലത്ത് ഡോക്ടർ ഐഷയ്ക്ക് കാണാൻ ഭംഗി കുറവാണ്, നിറം കുറവാണ്, ഒപ്പം വീട്ടിൽ നിന്ന് ലഭിച്ച സ്വർണവും തുകയും എല്ലാം കുറവാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളുടെ പേരിലായിരുന്നു അവരെ മാനസികമായും ശാരീരികമായും അലി മുഹമ്മദും അയാളുടെ കുടുംബക്കാരും അല്ലെങ്കിൽ വീട്ടുകാരും പീഡിപ്പിച്ചിരുന്നത്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് ഡോക്ടർ ഐഷ മുഹമ്മദ് കടന്നു പോകുന്നത്. അതിനിടയിലാണ് മറ്റൊരു മഹല്ല് കമ്മിറ്റിയുടെ സഹായത്തോടു കൂടി ഡോക്ടർ അലി മുഹമ്മദ് ലത്തീഫ് എന്ന ഡോക്ടർ ഐഷയുടെ ഭർത്താവ് രണ്ടാം വിവാഹത്തിന് മുതിർന്നതും രണ്ടാം വിവാഹം നടത്തിയതും. ഇപ്പോൾ ഡോക്ടർ ഐഷ അവർക്ക് ലഭ്യമാകേണ്ട ജീവനാംശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സമരത്തിലാണ്. തന്നെയുമല്ല, ഈ സമരത്തിലൂടെ അവർ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇത് ഡോക്ടർ ഐഷ മുഹമ്മദ് എന്നൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല. ഇത് കേരളത്തിൽ, ഭാരതത്തിൽ മുസ്ലിം സ്ത്രീകൾ പൊതുവെ നേരിടുന്നൊരു പ്രശ്നമാണ്. കാരണം അവരുടെ ജീവിതത്തിൽ മറ്റൊരു സ്ത്രീ കടന്നു വരുന്നത് നിയമപരമായി തന്നെ അനുവദിക്കപ്പെട്ടിരിക്കുന്നു, മുസ്ലിം വ്യക്തിഗത നിയമപ്രകാരം. പക്ഷേ അങ്ങനെ കടന്നു വരുന്ന ആ ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് രണ്ടാം വിവാഹം ചെയ്യുന്നതിനുള്ള നിയമങ്ങൾ, മാർഗരേഖകൾ അത് ഒട്ടും വ്യക്തമല്ല, ഒരിക്കലും സ്ത്രീകൾക്ക് അനുകൂലവുമല്ല. തന്നെയുമല്ല, തലാക്ക് ചൊല്ലി ആദ്യ ഭാര്യയെ ഒഴിവാക്കാമെന്നുള്ളൊരു നിയമം നിലനിൽക്കുമ്പോൾ മറ്റൊരു തരത്തിൽ ഭർത്താവിന് നിന്ന് വിവാഹമോചനം നേടുവാനുള്ള മാർഗങ്ങളും ഇസ്ലാം സ്ത്രീകൾക്ക് അനുവദിക്കുന്നുണ്ട് എന്നുള്ളൊരു മുട്ടുന്യായം പലപ്പോഴും ഇസ്ലാമിക പണ്ഡിതർ പറയാറുണ്ട്. പക്ഷേ അത്തരത്തിലൊരു വിവാഹമോചനം സ്ത്രീയെ സംബന്ധിച്ച് ഒരുപാട് കടമ്പകൾ കടന്ന്, വളരെയധികം കടമ്പകൾ കടന്ന്, തടസ്സങ്ങൾ കടന്നു വേണം നേടിയെടുക്കുവാൻ. ഭർത്താവിനെ പോലെ സാക്ഷികളെ വെച്ച് ഒരുമിച്ചുള്ള മുത്തലാഖ് ഇപ്പോൾ കുറ്റകൃത്യമാണെങ്കിൽ പോലും 3 തലാഖുകൾ നിയമപരമായി ചൊല്ലിയാൽ പുരുഷന് സ്ത്രീയെ ഒഴിവാക്കാം ഭാര്യാസ്ഥാനത്ത് നിന്ന്. ഭാര്യയ്ക്ക് ഭർത്താവിനെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഇസ്ലാമിലുള്ള നിയമങ്ങൾ കുറച്ചുകൂടി കഠിനമാണ്. ആ കടമ്പകൾ കുറച്ചുകൂടി പ്രയാസമേറിയതാണ്. പ്രയാസമേറിയതെന്നല്ല, ഒരു സ്ത്രീക്ക് അവ കടക്കുവാൻ ഏതാണ്ട് അസാധ്യമായിട്ടുള്ള രീതിയിലുള്ള തടസ്സങ്ങളാണ് മതം അവർക്ക് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഐഷ മുഹമ്മദിൻ്റെ ജീവിതം സ്ത്രീകൾക്ക്, മുസ്ലിം സ്ത്രീകൾക്കൊരു പാഠമാണ്. മത നിയമപ്രകാരമുള്ള വിവാഹത്തിന് നിങ്ങൾ മുതിർന്നാൽ
അത് നിങ്ങളുടെ ജീവിതത്തെ വലിയൊരു കുടുക്കിലേക്കും വലിയ അപകടങ്ങളിലേക്കും കൊണ്ടുചെന്ന് തള്ളിയിടുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയൊരു ഉദാഹരണം മാത്രമാണ് ഡോക്ടർ ആയിഷ മുഹമ്മദിൻ്റെ ജീവിതം. ഇതിന് പരിഹാരമില്ലേ? ഏകീകൃത സിവിൽ കോഡാണ് ഇതിന് ആത്യന്തികമായിട്ടുള്ള പരിഹാരം. അങ്ങനെയുള്ള അവസരത്തിൽ ഈ രണ്ടാം വിവാഹം എന്നുള്ളത് നിയമപരമായിട്ട് തന്നെ സാധുതയില്ലാത്ത ഒന്നാകും. പക്ഷേ ഏകീകൃത സിവിൽ കോഡ് ഭാരതത്തിൽ നടപ്പാകുന്നത് വരെ ഇതിൻ്റെ കാര്യത്തിൽ, ഈ രണ്ടാം വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഡോക്ടർ ആയിഷ മുഹമ്മദിനെ പോലുള്ളവർക്ക് സ്വീകരിക്കാവുന്ന ഏക പരിഹാരമാർഗം വിവാഹം കഴിക്കുന്ന കാലത്ത് തന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട്സ് പ്രകാരം ആ വിവാഹം രജിസ്റ്റർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. മത നിയമപ്രകാരം വിവാഹം നടക്കട്ടെ, അതിനുശേഷം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ആ വിവാഹം രജിസ്റ്റർ ചെയ്യിപ്പിച്ചാൽ പിന്നീട് ആ നിയമത്തിന് വിവാഹിതരായ ഒരാൾക്ക് രണ്ടാമത്തെ ഒരു വിവാഹം, ഈ വിവാഹം നിലനിൽക്കെ, ആദ്യ വിവാഹം നിലനിൽക്കെ നിയമപരമായി സാധ്യമല്ല. അത് ഏത് മതം പറഞ്ഞാലും. അത്തരത്തിലുള്ള ഒരു മാർഗം ഇസ്ലാമിലെ സ്ത്രീകൾ സ്വീകരിച്ചില്ലെങ്കിൽ ഡോക്ടർ ആയിഷ മുഹമ്മദ്മാർ ഇനിയും ഉണ്ടായിക്കൊണ്ട് തന്നെയിരിക്കും. ഡോക്ടർ ആയിഷ മുഹമ്മദിൻ്റെ ജീവിതം ഇതിനുള്ള ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ഈ മതം മാറി മുസ്ലിം പുരുഷന്മാരെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികൾ കഴിയുമെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു പ്രണയത്തിൽ പെട്ട് വിവാഹത്തിലേക്ക്, നിക്കാഹിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ മതപരമായിട്ടുള്ള നിക്കാഹിന് വഴങ്ങാതെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹത്തിന് ആ പുരുഷനെ നിർബന്ധിക്കുക. അതിനയാൾ വഴങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. ഒരു സംശയവും വേണ്ട. വീണ്ടും വീണ്ടും ഈ ആയിഷ മുഹമ്മദിനെ പോലെയുള്ളവരുടെ ജീവചരിത്രങ്ങൾ, ജീവിക്കുന്ന ഉദാഹരണങ്ങൾ കണ്ടും കേട്ടും പഠിക്കുക എന്നുള്ളതല്ലാതെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നിങ്ങളെ എത്തിക്കുവാൻ മറ്റൊരു ഉപദേശവും അല്ലെങ്കിൽ ഒരു ഉദാഹരണവും നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുവാൻ എൻ്റെ കയ്യിൽ വ്യക്തിപരമായി ഇല്ല, ലഭ്യമല്ല. കാരണം ഞാനിത് പറയുമ്പോൾ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ടായിരിക്കും, ഞാനൊരു വർഗീയവാദി ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്ന് തെറ്റിദ്ധരിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷേ ഡോക്ടർ ആയിഷ മുഹമ്മദിനെ പോലെ ഇത്തരത്തിലൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള, ക്രൂരമായിട്ടുള്ള, നീചമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു മുസ്ലിം വനിത തന്നെ അവരുടെ ജീവിതകഥ നിങ്ങളോട് പറയുമ്പോൾ അത് നിങ്ങൾ വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ. കാരണം ഡോക്ടർ ആയിഷ മുഹമ്മദിൻ്റെ മുൻപിൽ അവരുടെ 10 വയസ്സുകാരിയായ മകളുടെയും അവരുടെയും ജീവിതം സുരക്ഷിതമാക്കുക എന്നതിനപ്പുറം യാതൊരു ലക്ഷ്യവുമില്ല, അജണ്ടയുമില്ല. ആയിഷ മുഹമ്മദിൻ്റെ ജീവിതം നിങ്ങൾക്കൊരു പാഠമാകുമെങ്കിൽ അത് നല്ലതിനാണെന്നേ ഞാൻ പറയൂ. ആയിഷ മുഹമ്മദിൻ്റെ കാര്യത്തിൽ സഹതാപമുണ്ട്. പക്ഷേ അവർ ജനിച്ചു വളർന്ന ഒരു മതത്തിൻ്റെ പരിമിതിയാണത് എന്ന് മാത്രമേ ആ വിഷയത്തിൽ നമുക്ക് അഭിപ്രായ പ്രകടനം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അന്യമതത്തിലുള്ളവർ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ തന്നെ ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് ഹാലിളകും, അവർ വാളെടുത്തു തുള്ളും. എന്നിരുന്നാലും ഇത്തരം അഭിപ്രായങ്ങൾ ഒരു പൊതു നന്മയ്ക്ക്, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് പറഞ്ഞേ മതിയാവുകയുള്ളൂ. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും അത്രത്തോളം തന്നെ പ്രാധാന്യമർഹിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളവ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. ഡോക്ടർ ആയിഷ മുഹമ്മദിനും മറ്റ് മുസ്ലിം പെൺകുട്ടികൾക്കും നിതാന്തമായ നീതി ലഭിക്കട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.